ആ എന്തായി? എന്താവൻ ഒന്നും ആയില്ല. എന്താ എടാ അതൊരു പൊട്ടിക്കുണാപ്പി പെണ്ണാ, പൂത്ത കാശുണ്ടെന്നേ ഉള്ളൂ. അത് നിനക്കെന്താ? നിനക്ക് കാര്യം പറയാൻ പാടില്ലേ? അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. എന്താ? എടാ കഴിഞ്ഞ 4 വർഷമായിട്ട് ജർമ്മനിലുള്ള നേഴ്സായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് കാണാം ഇവളോട് പറഞ്ഞ ഇവൾ അപ്പച്ചൻ്റെ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പണി പാടും. തൽക്കാലം താനെന്റെ സാങ്കല്പത്തിലെ പെണ്ണലെന്നൊക്കെ പറഞ്ഞ അച്ഛത്തെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെന്ത് പറയാ? ചൂടാവല്ലേ? അവളെന്ത് പറയാ? അവളാണെങ്കിൽ അവളുടെ അപ്പച്ചന് വാക്ക് കൊടുത്തു പോലും 6 months അവളോട് പാർട്ണർ കണ്ടെത്തുന്നു പോലും. ഇതൊന്നും അല്ല അളിയാ, ഇതുവരെ അവളൊരു സിനിമ കണ്ടിട്ടില്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ല. അതെന്ത് ജീവി? അളിയാ അവളുടെ ഫാനസി എന്താ അറിയാവാ? ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കെട്ടടുത്ത് പോലും. അളിയൻ പറയളിയാ, ഞാൻ ഡിറ്റക്റ്റീവ് വേണം, ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വേണം. നിനക്ക് അതിനുള്ള ബുദ്ധിയില്ലല്ലോ. ഇല്ലല്ലോ. അളിയനറിയാവാ, എന്റെ കാണാതെ ഷട്ടിൽ കണ്ടുപിടിച്ചിരുന്ന എന്റെ അമ്മയാ. എന്റെ പേടി ഇതൊന്നുമല്ല. ഇനി ഞാൻ എങ്ങാനും ഇവിടെ കെട്ടിക്കഴിഞ്ഞ ഇവിടെ ഞാൻ ഡിറ്റക്റ്റീവ് കോഴ്സിന് വിടുവോ? അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ? ഉണ്ടോ? +2 കഴിഞ്ഞവർക്കും 10ാം ക്ലാസ് തോറ്റവർക്കും. അല്ല, പരിശീലനത്ത് ഇല്ല. കാശി അതത് പ്രൊഡ്യൂസർ വരും. പ്രൊഡ്യൂസർ വരും. അപ്പൊ ക്യാരക്ടറിക്ക് വാ. എയർടെൽ 1 അല്ല, ജിയോ 2 അല്ലല്ല അല്ല, നിങ്ങളൊന്നും കൊണ്ടോ? അല്ല, വേണ്ട. ഹലോ. ഓ എന്റെ ഐഷ, നീ ഒന്ന് കേക്ക്. വിനോദല്ലേ പറയണേ? തട്ടത്തി മരത്തിൽ അങ്ങനെയല്ലേ? ആ ഒരു സിനിമയിൽ അങ്ങനെയാണല്ലോ, തട്ടമൊക്കെ ഇട്ടിട്ട് അതിന്റെ ഭംഗി. അല്ല ചേട്ടാ, ഞാൻ ഹസ്ബൻഡായിട്ട് കണ്ടുപോയി, അതുകൊണ്ടല്ല. എന്റെ സാങ്കല്പത്തിലെ പെണ്ണിന് ഇത്ര സൗന്ദര്യം ഇല്ല, അതുകൊണ്ട് ഇച്ചിരി കൂടുതലാ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് ടോക്സിക്ക, ഇടിക്കുകയൊക്കെ ചെയ്യും. കടിക്കുന്നു. ഇടി വേണം അറിയുന്നു. ഓടി. അതാണാ പെണ്ണ്? ആ, ഇവിടെയാണോ നീ വേണ്ടെന്ന് പറഞ്ഞത്? പിന്നെ 2 എണ്ണം കെട്ടണം. എന്നാ കല്യാണം മുടങ്ങിയത് കൂട്ടിയാ മതി. അതെങ്ങനെ? ജീം ടബാക്കിട്ടുണ്ട്. This is my territory. എട്ട് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പെണ്ണ് കിട്ടിയിരുന്നത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ പെണ്ണിനും മേക്കപ്പ് സാധനങ്ങൾക്കും വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായി. സ്വാർത്ഥതയ്ക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മളതിനെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലപുണ്ണാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. നീ ആരാടാ ഇവിടെ വന്ന് ഷോ ഇറക്കാൻ? നിനക്കെന്താടാ യോഗ്യത? നിറത്തിൽ വന്നവനോടാ, നിറത്തിൽ വന്നവനെ കളിയാക്കുന്നോടാ. ട്രിഗറിനുമേൽ വിരൽ വെച്ചവരാരും ഷൂട്ടറാവില്ല. പെണ്ണിനുമേൽ കൈവച്ചവരാരും ആണുമാവില്ല.
എൻ്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകില്ല. അവൻ ആരാണ്, എന്തിനിവിടെ വന്നു എന്ന് ആലോചിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം. നാട് ഭരിക്കാൻ വരുന്നവൻ അവനാരാണെന്ന് അറിയിക്കണം. എപ്പോ തരാടാ? ഒരടിപിടി ഉണ്ടായാൽ ആരാണ് ആദ്യം തല്ലിയതെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടി കൊണ്ട് ആരാണ് ആദ്യം വീഴുന്നതെന്ന് ശ്രദ്ധിക്കൂ. If you think you're bad, I am your dad. അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ വന്നതാണ്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. അടി എന്റെ റോളി ആ ചീറും. മാമന്റെ മോളെ പിടിച്ചു വന്നോ തെണ്ടി. എന്റെ മാമന്റെ മോളെ നീ എങ്ങനെ അറിയണം? അതൊക്കെ വിട്, സാധനം എടുക്ക്. അവിടെ കാട് ശ്രദ്ധിക്കണം. നമ്മുടെ ഇടിയെ വേറെ കാടുണ്ടോ? വേറെ കാടുണ്ടോ? മഴയുണ്ട് പോക്കറ്റിൽ. ഏത് കൊച്ചാടാ? ഡിറ്റക്റ്റീവ് നെടുമാരൻ രാജാംഗം. ഇവനെന്താ ഈ സമയത്ത്? ആ പറടാ. എവിടെയാ? ഞാൻ അതേ പെണ്ണ അത്യാവശ്യമായിട്ട് കാണുന്ന പറഞ്ഞിട്ട് നമ്മുടെ കഫേടോടെ ഇപ്പോൾ ഉണ്ട്. നീ എന്താ എന്നോട് പറയേണ്ടത്? ഞാനെന്താ നിന്നോട് പറയാം? അതൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ദേ കല്യാണം മുടക്കാനുള്ള കിടിലിന് ഐഡിയ എൻ്റെ കിട്ടിയിട്ടാ. ഞാൻ വരുമ്പോണ്ടില്ല, നീ എന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് നെടുമാരൻ രാജാംഗം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏത്? ഞാൻ നീ പഴയ സ്കൂൾ ഫ്രണ്ട്സ്. പിന്നെ ഉണ്ടല്ല, ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ പിടിച്ചേക്കണേടാ. ഓക്കെ, ആ എന്തേലും ചെയ്. അമ്മേ, ഷിറ്റ്, ഹി ഡിസ്റ്റർബ്ഡ് മൈ പീസ്. കുടിച്ചോ. തീരുമാനം എന്തായി? പപ്പയോട് പറഞ്ഞില്ലല്ലോ. അല്ല ഏട്ടാ, മറക്കാൻ പറ്റുന്നതിന് അല്ല അതൊക്കെ വേണ്ട, പെട്ടെന്ന് മതി. നോക്ക്. സോറി. മിസ്റ്റർ ഗീത, ഇത് നെടുമുടി പടിമുടി എന്താ വായിക്കോളാന്ന പേരിടാൻ പേരുടെ തിണ്ടി. മിസ്റ്റർ ഗീത, ഇത് നെടുമുടി രാജമാണിക്യം. അല്ല, നെടുമാരൻ രാജാംഗം. ഹൈലി ടാലന്റഡ് പേഴ്സണാ. അല്ല അളയനോട് നിങ്ങളപ്പ കണ്ണു നോക്കി സംസാരിച്ച്. ഹലോ, എത്ര നാളല്ലേ നമ്മൾ കണ്ടിട്ട്? ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. എനിക്ക് തോന്നുന്നു നമ്മൾ അവസാനമായിട്ട് കാണുന്നത് 5A സ്കൂളിൽ വെച്ചല്ലേ? 5A means? 5 means പില്ലർ നമ്പർ 5 എയർപോർട്ടിൽ. എയർപോർട്ട്. ലുക്ക് ചെയ്താ ഇവനിങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല. ഫുൾ ടൈം അണ്ടർ വാട്ടർ അല്ല.
കവർ അണ്ടർ കവർ അണ്ടർ കവർ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രില്യൻറ്റ് ഓഫീസർ ഇൻ എ CIA. രോമമുഖ്യുണ്ട്. നോക്കട്ടെ. എക്സ്ക്യൂസ് മീ ഫോൺ പെട്ടെന്ന് സാറ് നേരത്തെ കുറിച്ച ലൈമിന്റെ ബില്ല് ബില്ല് തരും കൊടുക്കൂലോ തരും ശരി സാർ, അപ്പൊ എന്റെ ജോലി പോയി. ഗുഡ്. ആണല്ലേ നമുക്ക് റെഡിയാക്കാം ഡിറ്റക്റ്റീവ് ആണല്ലോ അല്ലേ ഞാൻ ഡിറ്റക്റ്റീവ് ലുക്കിത ഇതേപോലെ ഒരുപാട് പേർക്ക് പണിയെടുത്ത ആളാണ് ഇത്. എന്തിന് എനിക്കൊരു കുറെ പണി വന്നിട്ടുണ്ട്. ഹലോ അമേരിക്കന്നോ റോബർട്ട് ഡോണി അല്ല പുള്ളിയുടെ ഷെർലോക്ക് ഹോംസ് ഇല്ല അവിടെ പുള്ളിയോട് പറയണത് ഷെർലോക്ക് ഹോംസ് അയച്ചു. ജെയിംസ് ബോണ്ട് അല്ല അത് സോറി ഒരുപാട് വർക്ക്സ് ഉണ്ട് എനിക്ക് കുഴപ്പമില്ല അടിയിൽ എന്റെ കൂട്ടുകാരൻ. അത് അവിടെ ഉള്ള അല്ല എനിക്ക് പറ്റില്ല എനിക്ക് സമയം ഞാൻ ഡിറ്റക്റ്റീവ് അല്ലേ തലേ വന്ന് മാറ്റണ്ട. ആ ഓക്കെ ഇന്ത്യയിൽ അങ്ങനെ പറ്റണില്ല ആ നവീനായിരുന്നാ 4 പേര് പോയി, അതുവേ നെടുമാറിനായിരുന്നാ മൊത്തം ഊരെ പോനാലും പത്താത്. പ്ലീസ്. ഹലോ നെടുമാരൻ, ഞാൻ ഈ കാർത്തി ബസ്സിലുണ്ട്. ഇന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ബസ്സിൽ കണ്ടില്ല. യെസ് പറയൂ. നെടുമാരൻ, എനിക്കിതിനു മുമ്പ് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. Yes, I got it. You have a crush on me, right? യെസ്, ബട്ട് Yeah, I know. ഈ സിനിമയിലൊക്കെ പോലെ പ്രേമിക്കാൻ താല്പര്യമില്ല ബിക്കോസ് യു ഡോണ്ട് ലൈക്ക് ഫിലിംസ്. ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഐ തിങ്ക് യു കംപ്ലീറ്റഡ് MBBS, റൈറ്റ്? യെസ്. ഇതൊക്കെ എങ്ങനെ അറിയാം? സി ഇതൊക്കെ എനിക്ക് സർവ്വസാധാരണമാണല്ലോ ബിക്കോസ് ഐ ആം ആൻ അണ്ടർ കവർ ഏജന്റ്, റൈറ്റ്? പ്രേം നസീർ എത്രയും പെട്ടെന്ന് മുമ്പിൽ വന്നിരുന്ന് പ്രേമിച്ചോ, അല്ലെങ്കിൽ ഇരിക്കുന്ന ജയഭാരതിയുടെ കഴുത്തൊടി. കുറെ നേരായി അവൻ. ഈ ബസ്സിൽ അവന്റെ 102ാമത്തെ പ്രേമ പല പെണ്ണുങ്ങളായിട്ട്. ഞാൻ പണ്ടും അതെ, എനിക്ക് ചെറുതായിട്ട് കഴുത്ത് വേദനിക്കുന്നുണ്ട്. ഒന്ന് മുമ്പിൽ വന്നിരിക്കാവോ? പാപ്പമ്പടി വണ്ടി എടുത്തോട്ടാ. പാപ്പമ്പടി. സി നെടുമാരൻ, എനിക്ക് ചെസ് ഭയങ്കര ഇഷ്ടമാണ്. വിശ്വനാഥൻ ആനന്ദിനെ പോലെ നീക്കങ്ങൾ നടത്താനാണ് എനിക്കിഷ്ടം. പണ്ട് എൻ്റെ അമ്മയുടെ ചേച്ചനും മോനോട് പറഞ്ഞിട്ടുണ്ട്, സീയിങ് ഈസ് നോട്ട് ബിലീവ്, ബിലീവിങ് ഈസ് സീയിങ്. യെസ് നെടുമാരൻ, ഐ ലവ് യു. ഒരു സെക്കൻഡ്. എന്തു പറ്റി? ഞാൻ പെട്ടെന്ന് കയറി ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓ ഒന്നുമില്ല സീത, എനിക്ക് നടന്നതൊക്കെ വളരെ യാന്ത്രികമാണ്. LKG to +2 വരെ ബോയ്സ് സ്കൂൾ, കോളേജിനെ പിന്നെ പറയാ വേണ്ട. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പെണ്ണിനെ കണ്ടാലും അതാണോ നമ്മുടെ പെണ്ണ് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ചില പെണ്ണുങ്ങളോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതായത് നമ്മൾ കുറേ പെണ്ണുങ്ങളെ സെറ്റാക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മളെ ഒരു പെണ്ണ് സെറ്റാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ചുമ്മാ വെറിത്തനമല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവർക്കായിട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു തിങ്ങാണ്. സാർ ടിക്കറ്റ്. സാർ ഐ ആം കണ്ടക്ടർ. സാറെങ്ങോട്ടാ? എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയാൻ പാടില്ല. ലൈഫ് ലോഗ് ഇങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ടിക്കറ്റ് കിട്ടും. നാനേ നാനേ നാനാ നാനേ 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 നാനാ നാനേ 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 നാനാ നാനേ 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 നാനാ നാനേ രാമൻ തേടും സീതപ്പെണ്ണെ നീ രാവണന്റെ തോട്ടത്തിലോ രാമൻ തേടും സീതപ്പെണ്ണെ
വണ്ണം ഒരു നോട്ടം കളിനോട്ടം അതിലാകെ വീണു പോയി ഒരു മോഹം ഇടനെഞ്ചിൽ കുട്ടി കുട്ടി നിന്നു പോയി നീ നടന്നു രാവണന്റെ ട്രാപ്പിലേക്ക് കേറി എന്റെ സീത നാനേ നാനേ നാനാ നാനേ 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 നാനാ നാനേ 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 നാനാ നാനേ 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 നാനാ നാനേ രാമൻ തേടും സീത പെണ്ണേ നീ രാവണന്റെ തോട്ടത്തിലോ രാമൻ തേടും സീത പെണ്ണേ നീ രാവണന്റെ തോട്ടത്തിലോ. സുഖല്ലേ? നല്ല തണുത്ത കാറ്റല്ലേ? ആ ക്ലൈമറ്റിൻ്റെ ഒക്കെ. ഗീത എന്താ കാണുമെന്ന് പറഞ്ഞ? ഗോകുലേട്ടൻ എന്തിനാ കാണുന്നു പറഞ്ഞേ? ആക്ച്വലി അന്ന് ആ കോഫി ഷോപ്പിൽ ചേർന്നതൊക്കെ എൻ്റെ ഒരു നമ്പറായിരുന്നേ. ഒരു പ്രാങ്ക്. പണ്ടേ എനിക്ക് പ്രാങ്ക് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ കടിക്ക് ഇടിക്കുകയൊന്നുമില്ല. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. യെസ് ഗീത, റിയലി ഐ ലവ് യു. ഗോകുലേട്ടാ, ഇത് ഒറിജിനലാ? അതല്ല, പിന്നെ അത് ശരിയാവത്തില്ല. ഗോകുലേട്ടനല്ലേ എന്നെ വേണ്ടെന്ന് പറഞ്ഞത്? സോറി, നോ ഐ ആം കമ്മിറ്റഡ്. അത് ആള് വന്നില്ല. ഇവിടെ കല്യാണത്തിന് കാറ്ററിംഗ് വിളിച്ച யார் அந்த பையன்? நான் தான் அந்த பையன். யார் அந்த பையன்? Meet Mr. Nedimaran Rajalu, my hubby, நான் தான் அந்த private பையன். detective. You cheat? No. Yes. നോ അളിയാ, ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാനാ പറഞ്ഞൊരു സർപ്രൈസ് കൊടുക്കാന്ന്. എങ്ങനെയുണ്ട്? മാച്ച് അല്ലേ? കൊള്ളത്തില്ലടാ. ഫണ്ണി തിങ് എന്താണെന്നറിയോ? ഗോകുലേട്ടൻ ഇപ്പൊ എന്നെ പ്രപ്പോസ് ചെയ്ത്. അതെ അതെ. ഹായ് പപ്പ. ഞാൻ പപ്പയുടെ ഫണ്ണി തിങ് ഒന്ന് പറയട്ടെ. ഹലോ പപ്പ. എടാ തെണ്ടി, രണ്ട് വഞ്ചി കാലു താൻ നോക്കുന്ന ചതിയാ. ചതി നാലടാ, നീ ചതിയാൻ. ഒരു പെണ്ണ് ഡിറ്റക്റ്റീവ് വന്നോട് പറ്റിച്ചാൻ പോരാ. ഏതോ ഒരു പേരോട്ട് ലഡു തടു നെടുമാർ രാജാകം. ഏതോ ഒരു മലരൻ. നിനക്ക് എന്തിന്റെ കട തെണ്ടി? നിനക്ക് അവളെ വേണ്ടല്ലോ, പിന്നെ എന്റെ പൊന്നളിയാ, ഞാൻ പറഞ്ഞു നീ കൂളായിട്ട് കേക്ക്. ഞാൻ കൂടാവില്ല. പേടിപ്പിക്കില്ലേ? ഇന്നലെ കാറ്ററിംഗ് പോയല്ലേ? കാറ്ററിംഗ് ഒന്നും പോയില്ല. ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൂലിപ്പണിക്ക്. കാറ്ററിംഗ്. അതെ, കാറ്ററിങ്ങിന്. അവൾ ഇന്നലെ വിളിച്ചായിരുന്നു. ആര്? ജർമ്മനിന്ന്. ഓ, അവൾക്കൊരു വേണ്ടത് പറയടാ. ആ നീ ഇതൊക്കെ കാണിക്കണം. പിന്നെ എങ്ങനെയാ? ഉത്തരത്തിരിക്കുന്ന കിട്ടുകയും വേണം, കശത്തിരിക്കുന്ന പോകാതിരിക്കാനും വേണ്ടിയാ. ഒരവസ്ഥ വരാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. നീ അവളെ മറക്കുക. എനിക്ക് ജീവനോടൊപ്പം നിനക്ക് കിട്ടില്ല. എന്നാ നീ കേട്ടത്തില്ലടാ അവളാ. നിന്റെ എല്ലാ കാലത്തും ഞാൻ പറഞ്ഞു കൊടുക്കോളാം. എന്നാ ഇതൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാനും പറയണം. No, I am naughty. But I am not naughty. കാണാടാ. കാണാ. കാനഡയിലെ കോയിലടി എവിടെ വെച്ചിട്ടും കാണാടാ. കോയിലടി എനിക്ക് ഇഷ്ടമുള്ള തെണ്ടി. പട്ടി മുഖത്തും തൊപ്പി. കഴിഞ്ഞില്ലേ അത്? ഇത് കൊറേ ഇല്ലത്, തീരണ്ടത്. ഇത് കഴിഞ്ഞിട്ടേ വേഗം ആടിനും പശുവിനുള്ള കാടി കലക്ക്. എനിക്ക് പറ്റൊന്നുമില്ല. എനിക്ക് പുറത്തു വേണ്ടി. നിനക്ക് ഉച്ചക്ക് ചോറ് വേണ? ചോറ് വേണം. എന്നാ മര്യാദക്ക് കാടി കലക്കടാ. അവനവരെ ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്ക്. അമ്മ കോണിമ്പലടിക്കണം, ഒന്ന് പോയി നോക്കാം. എടാ കോണിമ്പലടിക്കടാ, ഒന്ന് പോയി നോക്കടാ. എടാ ഒന്ന് പോയി നോക്കടാ. ഞാൻ ബാത്റൂമിലാണ്. ഞാൻ പോണു. അയ്യനെ സമ്മതിക്കൂല. എന്റെ ജീവിതം ദാരിദ്ര്യത്തിലേക്ക് തീരും തോന്നുന്നുണ്ട്. ഞാൻ വേറെ റീഡ് ചെയ്യട്ടെ. ഇത് ഓക്കെ ആണല്ലോ. ആര്
ഞാൻ തരാം നിന്റെ വീട്ടില്. പറഞ്ഞു തരാടാ തെണ്ടി. ഇതാ വാ, നോക്ക്, ഒരു തെറ്റി താമസിക്കുന്ന വീടാണ് ഇത്. ഒരു ജോലിയും കൂടില്ലാത്ത അഴുക്ക് പിടിച്ച തെണ്ടിയാണ് ഇവൻ. ഉടായിപ്പ് കണ്ട. ഗീതയോട് ഇവൻ എന്താ പറഞ്ഞ? 5-6 കോടിയുടെ ബിസിനസ് ഉണ്ടെന്നല്ലേ? ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലും വാങ്ങിക്കാത്ത വെറും കള്ളനാണ് ഇവൻ. ഗീത തീർന്നില്ല. ഗീത ഒന്നും ചെയ്യില്ല, ചെവിക്കലോട് ചോദിച്ചു. എന്താടാ നിന്റെ നാളെ പോയാ? You cheat? രാജാംഗം പ്രൈവറ്റ് ലിമിറ്റഡ് കുമ്പം കുമാരനാ? മകിഴ്മതി സാമ്രാജ്യത്തിന്റെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് CID മൂലംകുഴി സഹദേവനെ തറപറ്റിച്ച കട്ടപ്പേവരെ പുറകിന്ന് കുത്തിയ ഡിറ്റക്റ്റീവ് നെടുമാരൻ രാജാംഗം സാർ. സോറി, ഞാൻ തന്നോട് ഇപ്പോൾ പറയേണ്ടതായിരുന്നു. ഇത് നിങ്ങളുടെ ഓഫീസാണ്. ഞങ്ങൾ ഇത്തരം നോർമൽ ആളുകളെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഞങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ കഴിയും. സി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ജോബ്, യുനോ. ഇത് ഇന്റർപോൾ വരെ രഹസ്യമായിട്ട് വെച്ച കാര്യമാണ്. പക്ഷെ തനിക്ക് വേണ്ടി ആരാടാ വന്നേക്കണേ? കൈതു പോവും. മീറ്റ് ഓർ സബോർഡിനേറ്റ് ഏജൻ രമണി, ഏതോ കിളി. ഏജൻ വിക്രം. എന്ത് പറഞ്ഞാലും കോപ്പി ദാറ്റ്, കോപ്പി ദാറ്റ്. ഓക്കെ, കോപ്പി ദാറ്റ്. പറയൂ ഗീത. യെസ്, യാ. സോറി നെടുമാരൻ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. സോറി. ആരാണ്? പോട്ടെ. മാന്യമരപ്പറ്റി തെണ്ടിത്തരം പറയരുത്. ശരി മാഷ്. ഈ വരവ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാടാ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. എന്നാലേ നീ ചിന്തിച്ച് തുടങ്ങിക്കോ. സ്റ്റാർട്ട് യുവർ കൗണ്ട്. പല്ലൊന്നും പോയില്ലല്ലോ. പല്ലൊന്നുമില്ല, പല്ലൊക്കെ പോയി. നീ അവളുടെ അടുത്തുനിന്ന് കടം മേടിച്ച പോയി കാടി കലക്കടാ. ഇവനൊക്കെ ഉണ്ടാക്കിയ നേരം കൊണ്ട് കരണ്ട് കാശ് ശരിയാക്കി തരട്ടാ. നിനക്കെന്തേ? വിളിക്കാം. ഹലോ, ഗോകുലേട്ടൻ എവിടെയാ? ഞാൻ വന്നോണ്ടിരിക്കുക. ആ ശരി. ഹലോ നെടുമാരൻ, എവിടെ എത്തി? വേഗം വരണേ, എനിക്ക് ടെൻഷൻ ആവുവേ. മൂടുപടമെന്തിനാവോ പാതിമറയുന്നതെന്തേ സന്ധ്യയെ പോലെ നീ. നിന്റെ പദയാത്രയിൽ ഞാൻ തേടി നിൻ രാജാങ്കണങ്ങൾ. എന്റെ പ്രിയ ഗാനധാരയിൽ നിന്നിലെ ശ്രുതി ചേർന്നിരുന്നു. ഇത് പപ്പ FM വെക്കുന്ന എന്റെ ഫേവറേറ്റ് സോങ്ങാ. കൊള്ളാമോ? കൊള്ളാം. ഇപ്പൊ ഇവിടെ അതാണോ മാറ്റർ? അല്ലേ പിന്നെന്താ? എനിക്ക് എന്നതാ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ശരിയാ, എനിക്കൊരു സമയത്ത് ഗോകുലേട്ടൻ നോ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഈ നെടുമാരൊക്കെ സ്നേഹിച്ചത്. ഇപ്പൊ ഞാൻ എന്നതാ ചെയ്യേണ്ടത്? ഞാൻ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോകാൻ പാടില്ല, എനിക്ക് അത്രേ ഉള്ളൂ. അല്ല, ശരിയാ, ആർക്കാണേലും ഒരേ സമയം ഒരു വശമേ കാണത്തുള്ളൂ.
എനിക്ക് പക്ഷെ രണ്ടാ. നീയും പോകുന്നു, ഇവനും പോകുന്നു. ഒരു ലവറായി നീ എന്നെ കണ്ടിട്ടില്ല. ഒരു ഫ്രണ്ടായിട്ട് ഇവനും. വിഷമം സഹിക്കാനാവാതെ നിങ്ങളിവിടെ നിർത്തി ഞാൻ എന്തെങ്കിലും ചെയ്തു കളെ. നിങ്ങൾ ജീവിക്കും. നന്നായി വാ, നന്നായി. ആക്ച്വലി ഇവിടെ എന്താ നടക്കാൻ പോണെന്ന് അറിയോ? ഞാൻ സ്നേഹിച്ച പിടിച്ച കല്യാണം. കൃഷ്ണ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടത്തേണ്ടി. എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല സാർ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയായിട്ടും ഞാൻ ഇവിടെ സ്നേഹിച്ചത്. ഇവനും കൃഷ്ണനെ പിടിച്ചിരിക്കുന്നു. എന്നോ ഒരു ലവറില്ലാതെ ഒരു കുട്ടി എത്രമാത്രം വിഷമിക്കുന്നു നിങ്ങളോട് ഞാൻ മനസ്സിലാക്കി. വേണ്ടായിരുന്നു, വെറുതെ നീ എന്നോടൊന്നും പറയണ്ടായിരുന്നു. ഇന്നലെ സങ്കടം ആരോടെ പറയണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പറഞ്ഞാർക്കെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആലോചിച്ചപ്പോ നിന്നോട് ഞാൻ പറയണ്ടെന്ന് എനിക്ക് തോന്നി. 2 ദിവസമുള്ള സ്നേഹമില്ലാതായപ്പോഴേക്കും ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പൊ എന്നൊക്കെ അവളെ കണ്ട നീ എത്രമാത്രം വിഷമമുണ്ടോ നിനക്ക് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഈ വീട്ടിലെന്താ നടക്കാൻ പോണെന്ന് അറിയാമോ? ഞാൻ സ്നേഹിച്ചവന്റെ വിവാഹം. ഇനി പറ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അവളെ കൊണ്ടുപോകും. ജബറോं की जिंदगी जो कभी नहीं കഴിഞ്ഞിട്ടുള്ള ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ. ഇതാരാണ്? നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ നിന്നെ തേടി വരും. രാജൻ കൊള കൊണ്ടുപോയല്ലേ? ഹലോ, പറ. ഞാൻ എന്താ ചെയ്യാ? എനിക്കൊന്ന് പറഞ്ഞതാ. എനിക്ക് ജയിക്കണ്ട, വേറെ ആരും തോക്കാതിരുന്നാ മതി. ഉപ്പാന്റെ കബറടക്കം കഴിഞ്ഞ് കബറിന്റെ മുമ്പിൽ നിറങ്ങുമ്പോ മുമ്പില് ഉപ്പയോ? ഇന്റർകാസ്റ്റ് മുമ്പിൽ റോഡ്, എടുത്തക്കും വലത്തക്കും എങ്ങോട്ടാ നടക്കേണ്ടതായിട്ട് ഒരു നിപ്പ് ഞാൻ നിന്നിട്ട് ഞാൻ ഇപ്പോഴുണ്ട് ആ റോഡ് അവിടെ. എങ്ങോട്ടാ നടക്കേണ്ടത് ഞാൻ? എടുത്തക്ക വലത്തക്ക. പേര് മഴയത്ത് ഒറ്റപ്പെട്ട് ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു അമ്മേ. സോറി ഗീത, എനിക്ക് ഒന്നും അറിയിച്ചില്ല ആരെയും ഈ നിമിഷം വരെ. ഇല്ലടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ തോക്കാനാ സമ്മതിക്കില്ല. അവളുടെ കഴുത്തിൽ താലിയിട്ടാൽ നീ ജയിക്കത്തുണ്ടെങ്കിൽ നീ ജയിക്കണമെന്നാ എന്റെ തീരുമാനം. എന്നാ പിടിച്ചോ നിന്റെ ഗീതയെ. ഭാഗ്യം ചെയ്തോ നിങ്ങൾ രണ്ടുപേരും. ഇനി പൊയ്ക്കോ, തെക്കിനിലേക്കാ വടക്കിലേക്കാ എങ്ങാട്ടാന്ന് വെച്ചാ. തെങ്കാശി ശംഖ് പറിച്ചു തരാൻ പറഞ്ഞാലും നീ തരും അല്ലടാ കഴിവേറ മോനെ. അതല്ല എൻ്റെ ഒരു ബ്യൂട്ടി, കഴിവരുടെ മോനെ. അമ്മേ, എന്താണ് തേണ്ടി ഇപ്പൊ ഒരു മാറ്റം? ജർമ്മനിൽ നിന്ന് പെണ്ണനെ വിളിച്ച് അവൾക്ക് ചൈല പറ്റത്തില്ല. ബെസ്റ്റ്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിന്റെ മാസറ്റം വെളിയെടുത്തോ. നിങ്ങൾ ഇതൊന്ന് പിടിച്ചേ. ഓക്കെ, ഈശ്വര ഒരു ഡയലോഗ് ഓർമ്മ ഉണ്ടല്ലോ. എന്താ ഒന്നും പറയാനില്ലേ? ഇംഗ്ലീഷ് പിടിക്കാം. I want to marry you. I want to have kids with you and grow old with you. I want to die 110 years old in your arms. I just don't want 14 unending flowers. I just want a lifetime. Crystal clear, Geeta? Yes, Mr. Husband. മിസ്റ്റർ നായർ. അതെ ബേബി, എനിക്ക് രണ്ടാമതും വീണ്ടും വേറെ ആളെ കിട്ടി. ഞാൻ നിന്നെ തേക്കുവാ. സോറി. നവീനന്റെ ഫ്രണ്ട്. എന്താ ഈ വഴിക്ക്?
ഇതെൻ്റെ കളിയല്ല. ഈ കളി കാണേണ്ട കാര്യം എനിക്കില്ലായിരുന്നു. പക്ഷെ ഒരു ഉറപ്പ് വരുത്തണമായിരുന്നു അവന് വേണ്ടിയിട്ട്.